കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രഭാതം കൂടെ കണ്ട് കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം ഇടവരുത്തുന്ന കർത്താവിൻ്റെ മഹാകരുണയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുകയാണ്. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശം ശ്രദ്ധിച്ചാലും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. അവർ നിന്നെ ഭ്രഷ്ടയെന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോനെന്നും വിളിക്കൊണ്ട് ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. യിരെമ്യാവെന്ന ദൈവത്തിൻ്റെ പ്രവാചകൻ ഇസ്രായേൽ ജനത്തിൻ്റെ തകർച്ചയിൽ നിന്ന് അവരെ റീസ്റ്റോർ ചെയ്യുന്ന, അല്ലെങ്കിൽ അവരെ പുനഃസ്ഥാപിക്കുന്ന തരത്തിലുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവചന ചിന്ത ഈ വാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയപ്പെടുന്നുണ്ട് അല്ലേ. ഇവിടെ പറയുന്നത് എന്തുവാ? ഞാൻ നിങ്ങളുടെ മുറിവിനെ പൊറുപ്പിച്ച് നിങ്ങൾക്ക് ആരോഗ്യം വരുത്തുമെന്ന് പറയുന്നത്. അപ്പോൾ അതിന് കാരണം എന്തുവാണ്? അവിടെ പറയുന്ന രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നിന്നെ ഭ്രഷ്ടയെന്നും, രണ്ട്, ആരും നിന്നെ തിരിഞ്ഞു നോക്കാത്ത സിയോനെന്നും വിളിക്കൊണ്ട്. സ്തോത്രം. അപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ ഈ പ്രവചനം വെളിപ്പെടുന്ന സാഹചര്യം, അല്ലെങ്കിൽ ആ സമയത്ത് ഇസ്രായേൽ ജനത്തിൻ്റെ അവസ്ഥ, ഒന്ന്, അവർ ഭ്രഷ്ടയായിരുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം തള്ളപ്പെട്ട അവസ്ഥ, പുറത്താക്കപ്പെട്ട അവസ്ഥ. രണ്ട്, ആരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ. എന്താണ് അതിൻ്റെ കാര്യം എന്ന് ശ്രദ്ധിക്കുന്ന ഈ മക്കളോട് ഞാൻ പറയാം. നമ്മളെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നെങ്കിൽ ഒന്ന്, നമ്മളിൽ നിന്ന് എന്തെങ്കിലും അവർക്ക് ലഭ്യമാകുന്നുണ്ടെന്നുള്ളതാണ്. ഒന്നുകൂടെ ഞാൻ ഇന്നത്തെ രീതിയിലൊന്ന് ചിന്തിച്ചാൽ, നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ, നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെട്ടാൽ, അല്ല നമുക്കുള്ള സ്തോത്ര നന്മകൾ നഷ്ടപ്പെട്ടാൽ, നമുക്കുള്ള കഴിവുകൾ നഷ്ടപ്പെട്ടാൽ, അല്ല പലപ്പോഴും ആരും നമ്മളെ തിരിഞ്ഞു നോക്കത്തില്ല. അല്ല, ഞാനൊരു കർത്തൃവേലക്കാരനാണ്. നമ്മളെ ആരെങ്കിലും മാനിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളൊരു ശുശ്രൂഷക്കാരനായതുകൊണ്ടാണ്. ഇല്ല എങ്കിൽ ആരെങ്കിലും നമ്മളെ മാനിക്കുമോ? ഇല്ല. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളൊന്ന് ചിന്തിച്ച്, നിങ്ങളുടെ സമ്പത്തോ, നിങ്ങളുടെ സൗന്ദര്യമോ, നിങ്ങളുടെ ആരോഗ്യമോ, നിങ്ങളുടെ കഴിവോ, സ്തോത്രം, ഇതൊക്കെയാണ് പലരും നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നതിൻ്റെ കാരണം. തേന് ഉള്ളിടത്ത് മാത്രമേ തേനീച്ച വരത്തുള്ളൂ എന്നുള്ളതുപോലെ പലപ്പോഴും നമ്മുടെ കഴിവുകളോ, നമ്മുടെ ബലമോ, നമ്മുടെ ശക്തിയോ ഒക്കെയാണ് പലരും നമ്മുടെ അടുക്കൽ വരുന്നതിൻ്റെ കാരണം. ഇതൊക്കെ നഷ്ടപ്പെട്ട് നോക്കിയേ, ആരും നമ്മളെ തിരിഞ്ഞു നോക്കത്തില്ല അല്ലേ. ആരോഗ്യമുള്ളപ്പോൾ എല്ലാവരും കണ്ടെന്ന് വരും, സമ്പത്തുള്ളപ്പോൾ എല്ലാവരും കണ്ടെന്ന് വരും. നമുക്ക് ആരെങ്കിലും ഒക്കെ വിളിച്ച് നമ്മൾ ട്രീറ്റൊക്കെ കൊടുത്തു നോക്കിയേ, അവരെല്ലാം ഇതൊന്നിനും കഴിയാത്ത വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആരും നമ്മുടെ മൈൻഡ് ചെയ്യത്തുള്ളൂ എന്നുള്ള കാര്യം മറക്കരുത്. സ്തോത്രം. അതാണ് ഇവിടെ സിയോനെ കുറിച്ച് യിരെമ്യാവ് പറയുന്നത്. നിന്നെ ഭ്രഷ്ടയെന്ന് തള്ളിയവരുണ്ട്. രണ്ട്, സ്തോത്രം, നിന്നെ തിരിഞ്ഞു നോക്കാത്ത സിയോൻ, ആരും തിരിഞ്ഞു നോക്കാത്ത സിയോനെന്ന് പറഞ്ഞവർ വിളിച്ചവരുണ്ട്. പക്ഷെ ദൈവം പറയുകയാണ്, സ്തോത്രം, ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ഞാൻ ആരോഗ്യം വരുത്തും എന്ന് ദൈവം അരുളി ചെയ്യുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, എന്താ മുറിവുകൾ എന്ന് പറയുന്നത്? പുറത്തുള്ള മുറിവല്ല, ഹൃദയത്തിൻ്റെ അകത്തേറ്റ മുറിവാണ്. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ തകർന്നു പോകത്തക്ക രീതിയിൽ, നിങ്ങൾ മുടിഞ്ഞു പോകത്തക്ക രീതിയിൽ, നിങ്ങൾ നശിച്ചു പോകത്തക്ക രീതിയിൽ സ്തോത്ര ഹൃദയത്തിൻ്റെ ആഴങ്ങൾക്കകത്തേറ്റ മുറിവുകളെ, വ്രണങ്ങളെ അതിനെ പൊറപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവകരമുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അതുകൊണ്ട് ആ മുറിവുകളെ പൊറപ്പിക്കുകയും ദൈവം നമുക്കൊരു യഥാസ്ഥാനം വരുത്തുകയും ചെയ്യും. ആ ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ മുറിവുകളെ അവൻ സ്തോത്രം പൊറപ്പിക്കുന്ന ദൈവമാണ്. വിശ്വാസത്തോടെ ഈ ദൂതുകളെ സ്വീകരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചിറകുകയും മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ പുകഴ്ചയും മഹത്വവും മാനവും എല്ലാ കർത്താവിന് എല്ലാവിധമായ ആത്മീക നന്മകൾ, ഭൗതിക നന്മകൾ, വിടുതലുകൾ, സൗഖ്യങ്ങൾ, ദൈവപ്രവൃത്തികളെ കണ്ട് കർത്താവിൽ സന്തോഷിക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം ഇടവരുത്തി അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കൂടെ ഇരുന്നാട്ട് ബലപ്പെടുത്തിക്കാട്ട് ശക്തീകരിച്ചാട്ട് എല്ലാ മഹത്വവും കർത്താവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.